പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കത്തിൽ പിണറായി വിജയനെതിരെ രൂക്ഷ വിമർശനവുമായി മുൻ മന്ത്രി സി ദിവാകരൻ. ഉപനേതൃസ്ഥാനം സിപിയുടെ അർഹതപ്പെട്ട അവകാശമാണ് എന്നും ചോദിക്കുമ്പോൾ CPM പെറ്റി പൊളിറ്റിക്സ് ആണ് പറയുന്നത് എന്നും വിമർശനം. ഇടതുപക്ഷത്തിന് പുതിയ മുഖങ്ങൾ വരണമെന്നും അതിന്റെ കുത്തക ആർക്കുമില്ല എന്നും സി ദിവാകരൻ റിപ്പോർട്ടറിനോട് പറഞ്ഞു. വലതുപക്ഷ വ്യതിയാനം കാരണം ജനങ്ങൾ നൽകിയ ഷോക്ക് ട്രീറ്റ്മെന്റാണ് തെരഞ്ഞെടുപ്പ് തിരിച്ചടിയെന്നും CPM അസഹിഷ്ണുത അവസാനിപ്പിക്കണമെന്നും സി ദിവാകരൻ ആവശ്യപ്പെട്ടു. ഞങ്ങൾക്ക് തോന്നി ഈ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് പുതിയ പുതിയ മുഖങ്ങൾ വരണം. എന്ന് ഒരേ മുഖവും കൊണ്ട് നടന്നിട്ട് കാര്യമില്ല. ആർക്കും നഷ്ടമില്ലാത്ത, ആർക്കും ദ്രോഹം ചെയ്യാത്ത, നിരുപദ്രവമായ ഒരു രാഷ്ട്രീയ പദവിയാണ് ചോദിച്ചത്. അതല്ലാതെ ഔദ്യോഗികമല്ലാതെ ഇടതുപക്ഷത്തിൻ്റെ കുത്തക ആർക്കും കൊടുത്തിട്ടൊന്നുമില്ല. LDFിൻ്റെ ഹോൾസെയിൽസ് ഒന്നും ആരും ഏറ്റെടുക്കണ്ട. LDFിലുള്ള ഘടകകക്ഷികൾ എല്ലാവർക്കും തുല്യ അവകാശമുണ്ട്. അദ്ദേഹം ഇവിടെ 10 കൊല്ലം ഞങ്ങൾ അദ്ദേഹത്തിനൊന്നും പറഞ്ഞില്ലല്ലോ. പറയാനില്ലാത്തതുകൊണ്ടാണോ ഇപ്പോൾ അവരുടെ പാർട്ടി തന്നെ പറയുന്നുണ്ടല്ലോ. അപ്പം അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് വളരെ ഒരു രാഷ്ട്രീയമായി അത് ശരിയല്ല എന്ന് മാത്രമേ ഞാൻ ഇപ്പോൾ പറയുന്നുള്ളൂ. തെരഞ്ഞെടുപ്പിൽ പരാജയം എന്നുള്ളത് സർക്കാർ അവസാനത്തെ 1-2 വർഷം വഴിതെറ്റിയതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. ജനങ്ങളുടെ താല്പര്യത്തെക്കാൾ വേറെ ചില താല്പര്യങ്ങൾ ആണ് ഈ ഗവൺമെൻറ് സംരക്ഷിക്കുന്നതെന്ന് ജനങ്ങൾക്ക് തോന്നി. പ്രത്യേകിച്ച് വ്യക്തിപരമായി തന്നെ ചില ആളുകളുടെ സ്വകാര്യ സമ്പത്ത് വർദ്ധിപ്പിക്കുക, ചില പ്രത്യേക കമ്പനികളെ സഹായിക്കുക, ഒരു വ്യതിയാനം, ഒരു വലതുപക്ഷ വ്യതിയാനത്തിലേക്ക് ഇടതുപക്ഷ ഗവൺമെന്റ് പോകുന്നുണ്ടോ എന്ന ആശങ്ക ജനങ്ങൾക്കുണ്ടായി. അരുൺ സോളമൻ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. അരുൺ, പൊതിഞ്ഞു പറയുന്നു എന്നേയുള്ളൂ, CPMന്റെ നേതൃത്വം മാറണം, പിണറായി വിജയൻ മാറണം എന്നതു തന്നെയാണ്, പിണറായി വിജയനെ ലക്ഷ്യമിട്ടു തന്നെയാണ് സി ദിവാകരന്റെ പരാമർശങ്ങൾ. ബാബു, തീർച്ചയായിട്ടും പിണറായി വിജയനെ ഉന്നമിട്ട് തന്നെയാണ് തുടക്കം മുതൽ സി ദിവാകരൻ സംസാരിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ ഈ CPIക്ക് വേണ്ട പദവി, അത് അർഹതപ്പെട്ട ഒരു സ്ഥാനമാണ് തങ്ങൾ ചോദിച്ചത്. അതിനെതിരെ ഏകപക്ഷീയമായിട്ടൊരു നിലപാട് ഇപ്പോൾ പിണറായി വിജയൻ വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ രൂക്ഷമായിട്ടുള്ള വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 10 വർഷക്കാലം പിണറായി വിജയൻ കേരളം ഭരിക്കുമ്പോൾ പിണറായി വിജയനെതിരെ പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. അതൊന്നും തന്നെ പറഞ്ഞിട്ടില്ല ഒരു ഘട്ടത്തിൽ പോലും. കാരണം മുന്നണിയെ ഒരു പ്രതിസന്ധിയിലേക്ക് തള്ളിവിടാൻ തങ്ങൾ ഒരു ഘട്ടത്തിലും ആഗ്രഹിച്ചിട്ടില്ല. പക്ഷേ ഇപ്പോൾ പറയേണ്ടി വരുന്നത് അങ്ങേയറ്റം ഗതികേട് കൊണ്ട് തന്നെയാണെന്നാണ് അദ്ദേഹം ഇന്ന് നമ്മോട് സംസാരിച്ചപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. കാരണം വീട്ടിൽ പോയി ചോദിക്കാൻ പറഞ്ഞ ഒരു നേതാവാണ് പിണറായി വിജയൻ. അങ്ങനെ മുന്നണി മര്യാദയില്ലാതെ പല ഘട്ടങ്ങളിലും സംസാരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഏകാധിപതിയെ പോലെ സംസാരിക്കുന്നുണ്ട്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒരു തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ തൻ്റെ മുഖം മാത്രം വെച്ച് കട്ടൗട്ട് വെച്ച് ജനങ്ങൾക്ക് മുന്നിലെത്തിയപ്പോൾ ജനങ്ങൾ തന്നെ മടുത്തിട്ട് താൽക്കാലികമായി ഒന്ന് ഭരണത്തിൽ നിന്ന് മാറി നിൽക്കാൻ താൽക്കാലിക ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് നൽകിയതാണ് ഇടതുപക്ഷ മുന്നണിക്ക് എന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. അതിനർത്ഥം ഇടതുപക്ഷത്തെ ജനങ്ങൾ വെറുത്തത് കൊണ്ടല്ല, അത് ഒരേ ഒരു മുഖമായി മാറിയത് കൊണ്ടാണ്. പുതിയ മുഖങ്ങൾ വന്നേ മതിയാകൂ, അതാണ് CPI മുന്നോട്ട് വെക്കുന്നത്. CPIക്ക് ഈ ഒരു ഉപനേതാവ് പദവി തന്നേ മതിയാകൂ, അതിൽ നിന്ന് 1 ഇഞ്ച് പോലും പിന്നോട്ട് പോകില്ല. കാരണം മുൻപ് LDFിന്റെ കൺവീനറായിട്ട് VS അച്യുതാനന്ദൻ ഇന്നപ്പോൾ പോലും ഒരു ഘട്ടത്തിൽ പോലും ഒരു അപസ്വരം കേൾക്കേണ്ട ഇട വന്നിട്ടില്ല. പക്ഷേ ഇന്നിപ്പോൾ അത് കേൾക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ തന്നെ CPMന്റെ പ്രധാനപ്പെട്ട നേതാക്കൾക്കടക്കം അസഹിഷ്ണുതയാണ്. പല കാര്യങ്ങളിൽ പോലും അഭിപ്രായങ്ങൾ പ്രകടമാക്കുമ്പോൾ പോലും അത് അംഗീകരിക്കാൻ, അതൊന്ന് കേൾക്കാൻ പോലും തയ്യാറാകാതെ രൂക്ഷമായിട്ട് വിമർശിക്കുന്ന രീതിയിലേക്ക് മാറുന്നുണ്ടെങ്കിൽ അത് MV ഗോവിന്ദനോ പിണറായി വിജയനോ കേവലം വ്യക്തികൾ മാത്രമല്ല, താഴെ തട്ട് മുതൽ തന്നെ ഈ ഒരു പ്രശ്നം ബാധിച്ചു തുടങ്ങിയിരിക്കുന്നു. അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. മറ്റൊന്ന്, ഇത് പിണറായി വിജയനോ MV ഗോവിന്ദനോ വാക്കുകൾ കൊണ്ട് അല്ലെങ്കിൽ അവരുടെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങൾ മാത്രം സ്റ്റേറ്റ്മെന്റുകളായി വന്നാൽ പോരാ. CPI ആഗ്രഹിക്കുന്നത് CPMന്റെ ഔദ്യോഗിക നിലപാടാണ്. ഈ വിഷയത്തിൽ CPIയുടെ ദേശീയ നേതൃത്വം ഇപ്പോൾ എക്സിക്യൂട്ടീവ് കൂടാൻ പോകുന്നു. അവിടെ പോലും ഇത് വലിയൊരു ചർച്ചയായി മാറില്ല. പക്ഷേ സംസ്ഥാനത്ത് തന്നെ ചർച്ചയായി ഇതിനൊരു പരിഹാരം കാണണം. അതിൽ CPMന്റെ നിലപാട് എന്താണെന്നാണ് ഇനി അറിയാനുള്ളത്. അതിൽ നിലപാട് വന്നാൽ മാത്രമേ അടുത്ത CPI ഈ വിഷയത്തിൽ വ്യക്തമായിട്ടുള്ള ഒരു നിലപാടുമായി മുന്നോട്ട് വരികയുള്ളൂ. അതിനോടകം തന്നെ ഇതിൽ കൃത്യമായിട്ടുള്ള നിലപാട് ആദ്യഘട്ടത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. മാധു, അരുൺ സോളമനാണ് വിവരങ്ങൾ നൽകിയത്. സി ദിവാകരനെ പോലെയുള്ള CPI നേതാക്കൾ എല്ലാവരും കൃത്യമായി CPMനെതിരെ, പിണറായി വിജയനെതിരെ വിമർശനം ഉന്നയിച്ച് രംഗത്ത് വരികയാണ്.